കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ വിധി നിർണയത്തിൻ്റെ സമയവും കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മളെക്കാൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിമാരാണ്. ജ്യോതിഷ ദീപത്തിൻ്റെ പഴയൊരു എപ്പിസോഡിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ഏകദേശം 4 മാസം മുമ്പ് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ എന്തായിരിക്കും എന്ന് ഒരു രാഷ്ട്രീയ ജ്യോതിഷ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ആകാംക്ഷയോടുകൂടിയുള്ള പഠനത്തിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളുമായി എൻ്റെ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന 4-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കപ്പെടും. അതിനു മുമ്പ് അതേ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രവചനവും നടത്തുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒന്ന്, കേരളത്തിൽ വരാൻ പോകുന്ന ഒരു അധികാര രാഷ്ട്രീയ മുന്നണി ആരായിരിക്കും എന്നും ആ മുന്നണിയുടെ നേതാവാകാൻ സാധ്യതയുള്ള ആരായിരിക്കും എന്നുമുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് അതാരൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം, നമസ്തേ. ഞാൻ മുൻപ് ഒരു എപ്പിസോഡിലൂടെ ഏകദേശം കേരളത്തിൻ്റെ പ്രബല 3 മുന്നണികൾക്കും ലഭിക്കുവാൻ സാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, എത്രയൊക്കെയാണ് എന്ന് ഞാൻ പ്രവചിക്കുകയുണ്ടായി. പല ആളുകളും അതിന് അനുകൂലവും പ്രതികൂലവുമായ കമൻറ്റുകൾ ഇടുകയും പലപ്പോഴും എന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായി മാറ്റുവാൻ ഉത്സാഹിച്ച ചില പ്രേക്ഷകരുമുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു മുന്നണിയുടെയും ഒരു രാഷ്ട്രീയ ചേരിയുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന ആളല്ല. സത്യസന്ധമായി എൻ്റെ നിലപാടുകൾ ഞാൻ പറയുന്ന ആളാണ്. എനിക്ക് ഒരു രാഷ്ട്രീയ മുന്നണിയും ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് ഒരു നേതാവിനോടോ ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അമിതമായ വിദ്വേഷവും അമിതമായ വിധേയത്വവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതുകൂടി ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുകയാണ്. ആദ്യമായിട്ട് നമുക്ക് കേരളത്തിൽ 3 മുന്നണികൾക്കും കിട്ടുവാൻ സാധ്യതയുള്ള സീറ്റുകൾ എത്രയാണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഈ 3 മാസത്തിന് മുമ്പ് ഞാൻ ഇട്ട വീഡിയോയിൽ സമാനമായിട്ടുള്ളൊരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഉണ്ടായ സമയം ഞാൻ പറഞ്ഞിരുന്നു, ഇലക്ഷൻ നടക്കാൻ പോകുന്നത് മാർച്ച്, ഏപ്രിൽ, ഈ 2 മാസങ്ങളിലെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇലക്ഷന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ളത് വലതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നറിയപ്പെടുന്ന UDF ആണ്. UDFന് ഏകദേശം 71-82 സീറ്റുകളുടെ ഇടയിൽ ലഭിക്കും എന്നുള്ളതും കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതലായിരിക്കും സീറ്റുകൾ എന്നുള്ളതും നമുക്ക് സംശയലേശമെന്നെ ഒരു ജ്യോതിഷ കാഴ്ചപ്പാടോടുകൂടി പറയാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. രണ്ടാമതായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നറിയപ്പെടുന്ന LDF ആണ് തൊട്ടടുത്ത സ്ഥാനം വഹിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രമുഖ മുന്നണിയായിട്ട് മാറാൻ സാധ്യതയുള്ളത്. 56 സീറ്റിനും 65 സീറ്റിനും ഇടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റുകൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം, അവരുടെ പല മന്ത്രിമാരായിരുന്ന ആളുകൾക്ക് പരാജയം സംഭവിക്കാൻ സാധിക്കും എന്നുള്ളതും അങ്ങനെ സംഭവിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരു നാടകീയ സംഭവങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാക്ഷ്യം വഹിക്കേണ്ടി വരികയും പല ഘടകകക്ഷികളുടെയും കൂറുമാറ്റം പോലെയുള്ളതോ വിമർശനം പോലെയുള്ള കാര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൽ ചില ആളുകളുടെ മാത്രം തലയിലേക്ക് ഇതിനെ കെട്ടിവയ്ക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് ഇതിലെടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി ദേശീയ ജനാധിപത്യ സഖ്യം എന്നറിയപ്പെടുന്ന
NDA BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ്. NDAക്ക് നമ്മൾ നേരത്തെ പ്രവചിച്ച പോലെ തന്നെ 3 മുതൽ 5 സീറ്റുകൾ വരെ കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ ഭരണത്തിൻ്റെ നിർണായകമായൊരു ശക്തിയായിട്ട് NDA മാറാനുള്ള സാഹചര്യവും സാധ്യതയും എടുത്തു പറയേണ്ടതാണ്. കൂടാതെ കേരളത്തിലെ പ്രബലമായൊരു കക്ഷി എന്ന നിലയ്ക്ക് ഈ NDAയുടെ സാരഥ്യം മാറാനും പല സ്ഥലങ്ങളിലും നിർണായക ശക്തിയായി 2ാം സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സ്ഥാനാർത്ഥിമാർ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഇതുകൂടാതെ ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ സജീവമായ ചർച്ച നടക്കുമ്പോൾ ഞാനിവിടെ ഒരു വ്യക്തിയുടെ ഗ്രഹനില ഒന്ന് വളരെ ലളിതമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഈ ഗ്രഹനില ഞാൻ ഇതിനു മുമ്പ് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതായതുകൊണ്ട് ആ പ്രതിപാദനം ഒന്നും ഇവിടെ ഇല്ല. ആ ഗ്രഹനിലയുടെ സമയം, ആ വ്യക്തിയുടെ ആ ജാതകൻ്റെ സമയം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പലവട്ടം പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ചുരുക്കി പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയമാണ്. അദ്ദേഹം ഈ ഒരു കക്ഷിയുടെ ഈ വരാൻ പോകുന്ന അധികാരത്തിൽ വരും എന്ന് നമ്മൾ പറയുന്ന കക്ഷിയുടെ കേരളത്തിലെ പ്രബല നേതാവും ഒരു ദേശീയ നേതാവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകവുമായി ഞാൻ ഈ ഒരു ഇലക്ഷൻ ഫലത്തെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ടാകും എന്തുകൊണ്ടാണ് ഞാനിത് ഈ ഒരു അവസരത്തിൽ പ്രതിപാദിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ജനന സമയം കൃത്യമായി നമുക്ക് ലഭ്യമല്ല എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ലഭ്യമായ ഡൊമൈനിൽ ഉള്ള ഒരു സമയം 1956 മെയ് 25 തൃക്കേട്ട നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുദശയാണ്, ഒപ്പം തന്നെ ശനി അപഹാരം കൂടിയാണ്. ഈ ശനി അപഹാരം അദ്ദേഹത്തിന് എങ്ങനെ ഗുണം ചെയ്യും എന്ന കാര്യമാണ് ഞാനിവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ചന്ദ്രലഗ്നം എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ്. ഈ വൃശ്ചികം രാശിയുടെ അധിപനായ ചൊവ്വ 4ാം ഭാവത്തിൽ നിൽക്കുകയും അദ്ദേഹത്തിന് ഇപ്പോൾ ശനി അപഹാരം നടക്കുകയും ചെയ്യുന്ന സമയവും ശനി അദ്ദേഹത്തിൻ്റെ 5ാം ഭാവത്തിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അതിന് 3ഉം 4ഉം ഭാവാധിപത്യം വഹിച്ച് അത് ചന്ദ്രലഗ്നത്തിൽ അംശിച്ചിരിക്കുന്നു എന്നുള്ളതും കൊണ്ട് ഈ ശനിയുടെ അപഹാരകാലം രമേശ് ചെന്നിത്തല എന്ന ആ നേതാവിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഗുണപരമായിരിക്കും എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സമയമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്നപ്പോൾ കഴിഞ്ഞ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് വ്യാഴാപഹാരം നടക്കുന്ന സമയം കൂടി ആയിരുന്നു. ആ വ്യാഴം അദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് 5ാം ഭാവാധിപത്യം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് 10ാം ഭാവത്തിൽ നിൽക്കുന്നു. മന്ത്രി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാവമാണ് കൂടിയാണ് 5ാം ഭാവം എന്നുള്ളത് കൊണ്ട് ആ 5ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ശനി അപഹാരനാഥനായ ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ഭാവത്തിൽ ആണ് എന്നുള്ളത് കൊണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ലഭിക്കും എന്നുകൂടി നമുക്ക് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്ന ഒരു സമയമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ചന്ദ്രലഗ്നാധിപൻ്റെ 5ാം ഭാവസ്ഥിതിയും ഇദ്ദേഹത്തിന് ഈ ഒരു അധികാരസ്ഥാനത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയുള്ളതാണ്. എങ്കിൽ പോലും പല കാര്യങ്ങൾ കൊണ്ടും, കാരണം ആരോപണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരികയും എതിർപ്പുകളെ ഒരുപാട് അവഗണിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ടാകുള്ളൂ. കാരണം ഇപ്പോൾ രാഹു ദശാകാലമായതുകൊണ്ട് അദ്ദേഹത്തിന് എതിരെ വലിയൊരു പടനീക്കം പാളയത്തിലുണ്ടാകും എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാവർക്കും പ്രണാമം, നമസ്തേ. Like, share, subscribe.